പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 2 ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് എസ്സേസും ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്, സമർത്ഥിക്കുക. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഭരണഘടന ഉറപ്പു നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. എന്താണ്? ഭരണഘടന ഉറപ്പുവരുത്തുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ പറയുന്നത്. തൊഴിൽ കാര്യങ്ങളിൽ അവസര സമത്വം എന്നിവ കണക്കിലെടുക്കാതെ അവ പ്രയോഗിക്കപ്പെടുന്നു. പ്രത്യേക നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കോടതികൾക്ക് അവ നടപ്പിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ മെയിനായിട്ട് 6 മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്. അപ്പം അതെന്താണെന്ന് വിശദമായിട്ട് നോക്കാം. 1, സമത്വത്തിനുള്ള അവകാശം. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 4, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 5, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങൾ. 6, ഭരണഘടന പ്രതിവിധികൾക്കുള്ള അവകാശം. അപ്പോൾ 6 അവകാശങ്ങൾ: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങൾ, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. അപ്പൊ അതുപോലെ ഇനി നിർദ്ദേശക തത്വങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതും എന്നാൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുമായ ഒരുപാട് അവകാശങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്താനും പറ്റില്ല, പക്ഷെ എന്നാൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുമായിട്ടുള്ള അവകാശങ്ങൾ അത് ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 6 മൗലികാവകാശങ്ങളാണ്. അത് കൂടാതെയുള്ള അവകാശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഇത് നിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നു. പറഞ്ഞിരിക്കുന്ന ഈ വ്യവസ്ഥകൾ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പൊ ഈ വ്യവസ്ഥകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതികൾക്ക് നടപ്പിലാക്കാനായിട്ട് കഴിയില്ല. മൗലിക അവകാശങ്ങൾ അങ്ങനെയല്ല, അത് തെറ്റിച്ചാൽ അത് കോടതികൾക്ക് തീരുമാനമെടുക്കാം. ഇത് കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങളെ നീതിനിഷ്ഠമല്ലാത്തതെന്ന് വിളിക്കപ്പെടുന്നുണ്ട്. ഇനി നിർദ്ദേശക തത്വങ്ങൾ എന്തൊക്കെയാണ്? ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ലക്ഷ്യങ്ങളും മാർഗങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നു. മൗലിക അവകാശങ്ങൾക്ക് പുറമെ വ്യക്തികൾക്ക് അനുഭവിക്കാവുന്ന ചില അവകാശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ചില നയങ്ങളും കൂടി എന്തിൽ പറയുന്നുണ്ട്? നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ മൗലികാവകാശങ്ങൾ കൂടാതെയുള്ള അവകാശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ ഗവൺമെന്റിന് ചില കാര്യങ്ങൾ ചെയ്യുന്നത് വിലക്കുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. മറ്റേത് ചിലത് വിലക്കുന്നു, ഇത് ചിലത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. അപ്പൊ മൗലിക അവകാശങ്ങൾ അതുകൊണ്ട് തന്നെ പ്രധാനമായും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ മൊത്ത സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ പ്രധാനമായും പൗരന്മാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ മൊത്ത സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണെന്ന് പറയാം. അതുകൊണ്ടാണ് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ വിലയിരുത്തുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് സമത്വത്തിനുള്ള അവകാശം. അപ്പൊ സമത്വത്തിനുള്ള അവകാശം, എന്തൊക്കെ സമത്വങ്ങൾക്കാണ് അവകാശം വേണ്ടത്? നിയമത്തിന് മുന്നിൽ സമത്വം വേണം, നിയമം മുഖേന തുല്യ സംരക്ഷണം ലഭിക്കണം, വിവേചനത്തിൽ നിന്ന് സംരക്ഷണം വേണം, അവസര സമത്വം വേണം,
അയിത്ത നിർമാർജനം വേണം, ബഹുമതികൾ ഒഴിവാക്കൽ. അതായത് പ്രധാനപ്പെട്ട ബഹുമതികളല്ലാതെ ബാക്കിയുള്ള ബഹുമതികൾ ഒഴിവാക്കൽ. അങ്ങനെ എന്തെങ്കിലും ബഹുമതികൾ സ്വീകരിക്കണമെങ്കിൽ അത് ഗവൺമെന്റിന്റെ അറിവോട് കൂടി ആയിരിക്കണം. അപ്പൊ എന്തൊക്കെ സമത്വത്തിനുള്ള അവകാശത്തിൽ എന്തൊക്കെ അവകാശങ്ങൾ വരും? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം, വിവേചനത്തിൽ നിന്ന് സംരക്ഷണം, അവസര സമത്വം, അയിത്ത നിർമാർജനം, ബഹുമതികൾ ഒഴിവാക്കൽ. അപ്പൊ സമത്വത്തിനുള്ള അവകാശത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്തൊക്കെ സ്വാതന്ത്ര്യമാണ് വേണ്ടത്? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. നിങ്ങൾ ഇങ്ങനെ പോയിന്റായിട്ട് എഴുതിയാൽ മതി. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇത്രയും സ്വാതന്ത്ര്യങ്ങൾ വേണം. ഇതിനുള്ള അവകാശം വേണം എന്നുള്ളതാണ് അടുത്ത ഒരു മൗലികാവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം. നമുക്കറിയാം ഓരോ മതങ്ങൾക്കും അവരുടേതായ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. മതപരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണം നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നു. മതപരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണം നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം പാടില്ല. അടുത്ത ഒരു അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം. എന്താണ് ചൂഷണം? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പണിയെടുപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ചൂഷണം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ വ്യക്തികൾക്കെതിരെയുള്ള ചൂഷണങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന സംരക്ഷണം നൽകുന്നു. വ്യക്തികൾക്കെതിരെയുള്ള ചൂഷണങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന സംരക്ഷണം നൽകുന്നു. അതാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. അപ്പോൾ അത് സംരക്ഷിക്കേണ്ടത് ഭരണഘടനയുടെ ഉത്തരവാദിത്തമാണ്. മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കാനും അടിമയാക്കാനും നിർബന്ധമായി ജോലി എടുപ്പിക്കുന്നതിനൊക്കെ 23-ാം വകുപ്പ് നിരോധിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിൽപ്പനച്ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും ഒക്കെ നിർബന്ധമായിട്ട് തൊഴിലെടുപ്പിക്കുന്നതൊക്കെ 23-ാം വകുപ്പ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു. ബാലവേല 24-ാം വകുപ്പ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു. ബാലവേല, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ ഫാക്ടറികളിലോ പണിയെടുപ്പിക്കാൻ പാടില്ല. അതും ഒരു ചൂഷണമാണ്. അങ്ങനെയുള്ള ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങളാണ് ഇത് 3 എന്തൊക്കെയാണ്? വ്യക്തികൾക്കെതിരെയുള്ള ചൂഷണങ്ങളിൽ നിന്നും ഭരണഘടന സംരക്ഷണം നൽകുന്നു. മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിർബന്ധമായി ജോലിയെടുക്കുന്നതും 23-ാം വകുപ്പ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു. ബാലവേല 24-ാം വകുപ്പ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങളിൽ വരുന്നത്. ലാസ്റ്റ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഭരണഘടനയിൽ 32-ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചു. അപ്പോൾ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച റൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ്. ഇനി അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ BR അംബേദ്കർ ആണ്. ഒന്നും കൂടി പറയാം. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം
അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കറാണ്. ഇനി നമുക്ക് ഇങ്ങനെയും കൂടി ചോദിക്കാം, എന്തിനെയാണ് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെയാണ്. ആ അവകാശത്തെയാണ് നമ്മൾ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേസുകൾ പരിശോധിക്കും. എന്നിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ റിട്ടുകൾ എന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്ത് വരേണ്ടതാണ് റിട്ടുകൾ. റിട്ടുകൾ എന്താന്ന് വ്യക്തമായിട്ട് നമ്മൾ അത് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് അടുത്ത ഇതിൽ പഠിക്കാം. അപ്പൊ അതാണ് റിട്ടുകൾ. റിട്ടുകൾ എന്നത് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക രേഖാമൂലമുള്ള ഉത്തരവുകളാണ്. കോടതികൾ പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക രേഖാമൂലമുള്ള ഉത്തരവുകളാണ് റിട്ടുകൾ. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമവാഴ്ച ഉറപ്പാക്കുന്നതിനും ഇത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിയമവാഴ്ച ഉറപ്പാക്കാനും ഇത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് റിട്ടുകൾ? വിശദമാക്കുക. റിട്ടുകൾ എന്നത് ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു, കോടതികൾ പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക രേഖാമൂലമുള്ള ഉത്തരവുകളാണ് റിട്ടുകൾ. കോടതികൾ പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക രേഖാമൂലമുള്ള ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമവാഴ്ച ഉറപ്പാക്കുന്നതിനുമാണ് ഇത് കൊണ്ടുവന്നത്. ഇത് അത്യാവശ്യമാണ് അതിന്. അപ്പോൾ റിട്ടുകൾ 5 തരമുണ്ട്. 1, ഹേബിയസ് കോർപ്പസ്. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന്. ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൗരന്മാരെ നിയമവിരുദ്ധമായ തടങ്കലിൽ വെക്കുമ്പോൾ അവരെ ഹാജരാക്കാൻ വേണ്ടി കോടതി ഇടുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലത്തീൻ ശൈലിയുടെ അർത്ഥം. ഇതൊക്കെ 1 മാർക്കായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. പൗരന്മാരെ നിയമവിരുദ്ധമായ തടങ്കലിൽ വെക്കുമ്പോൾ അവരെ ഹാജരാക്കാൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തത് മാൻഡമസ്. മാൻഡമസിന്റെ മീനിങ് ഞങ്ങൾ കൽപ്പിക്കുന്നു. അതും ലത്തീൻ പദമാണ്. അതിന്റെ മീനിങ് ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ്. പൊതു അധികാരികളോട് അവരുടെ കർത്തവ്യം നിർവഹിക്കാൻ ആവശ്യപ്പെടുന്ന റിട്ടാണിത്. പൊതു അധികാരികൾ അവരുടെ ജോലി ചെയ്യാതെ അലംഭാവം കാണിച്ചാൽ ആ കർത്തവ്യം നിർവഹിക്കാൻ ആവശ്യപ്പെടുന്ന റിട്ടാണിത്. അടുത്തത് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുന്നത് തടയാൻ മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുന്നത് തടയാൻ മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. ഇനി സെർഷ്യോററി. ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക. സെർഷ്യോറിയുടെ മീനിങ് എന്താണ്? ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക. ഒരു കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാനും അത് റദ്ദാക്കാനുമാണ് ഈ റിട്ട് ഉപയോഗിക്കുന്നത്. ഒരു കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്യാനും അത് റദ്ദാക്കാനുമാണ് ഈ റിട്ട് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് 5ാമത്തെ റിട്ട് കോവാറണ്ടോ. എന്തധികാരം കൊണ്ട് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. കോവാറണ്ടോ എന്തധികാരം കൊണ്ട് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഇനി നമ്മൾ നോക്കുന്നത് മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങളുടെ ഒരു പട്ടിക ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചു. 1976 ഭരണഘടനയുടെ 42ാമത് ഭേദഗതി. ഭരണഘടനയുടെ 42ാമത് ഭേദഗതിയിലൂടെ വന്നതാണ്. 1976 ഇത് വന്നത്. ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ. അതെന്തൊക്കെയാന്ന് നോക്കാം. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. അപ്പൊ കർത്തവ്യങ്ങളിൽ 1ാമത്തെ എന്താണ്? ഭരണഘടനയെ അനുസരിക്കുക, അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ഒക്കെ ആദരിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അപ്പൊ 2ാമത്തെ പോയിന്റ് ആണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയമായ ആദർശങ്ങൾ ഉണ്ടായിരുന്നു.
ആ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. മൂന്നാമത്തെ, ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക, അത് സംരക്ഷിക്കുക. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. അതായത് ജാതി, മതം, ഭാഷ, ഈ വൈവിധ്യങ്ങൾക്കൊക്കെ പുറമെ ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ ഒരു സൗഹൃദം വേണം. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. അടുത്ത പോയിന്റ്, നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അതായത് നമ്മുടെ പാരമ്പര്യം, തനതായ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം, ഇതിനെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും അങ്ങനെ ഉൾപ്പെടുന്ന എല്ലാ പരിസ്ഥിതികളെയും സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം നിലനിർത്തുകയും ചെയ്യുക. അപ്പൊ വനങ്ങള്, തടാകങ്ങള്, നദികള്, വന്യജീവികളെയൊക്കെ സംരക്ഷിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുക, ജീവികളോട് കാരുണ്യം നിലനിർത്തുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാട് വികസിപ്പിക്കുക, മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇത്രയാണ് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ. വൺ വേർഡ് ആയിട്ട് ചോദിക്കുക, അത് ഏത് വർഷമാണ്? 1976 ഭരണഘടനയിൽ വന്നത്. 42ാമത് ഭേദഗതിയാണ്.